ആഹാ കലക്കി. ഏയ് ലുക്ക് സാനു, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്റെ ഏട്ട കണ്ട ഞെട്ടുട്ടോ. കള്ളി. ഇതൊക്കെയായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ. പക്ഷേ അതിനുവേണ്ടി അധ്വാനിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. അലസൻ, കുഴിമടിയ. ഏട്ടനോട് പറ്റിച്ചേർന്ന് എവിടെയെങ്കിലും കിടക്കാനും ഏട്ടന്റെ തണലിൽ കഴിയാനുമായിരുന്നു അവന് താല്പര്യം. ഒടുവിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ദേവൻ അവന് വേണ്ടി ഒരു അഡ്മിഷൻ ശരിപ്പെടുത്തി. അത് പറയരുത്, അത് മാത്രം എന്നോട് പറയരുത്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്നും മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എന്നെ പിടിച്ച് പുറത്താക്കിയത് എന്റെ കുഴപ്പം കൊണ്ടല്ല. എന്റെ പ്രിൻസിപ്പൾസുമായി അവിടുത്തെ പ്രിൻസിപ്പാൾസിന് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രോബ്ലം. ഏട്ടാ, അവര് പറയുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ചെല്ലണം, പഠിക്കണം, പരീക്ഷ എഴുതണം എന്നൊക്കെ പറഞ്ഞാല് കാശ് നമ്മളാ കൊടുക്കണേന്ന് ഓർക്കണേ. ഇത് എന്താണിത്, വെള്ളരിക്കാ പട്ടണോ? നമുക്ക് വേണ്ടത് ഫ്രീഡമാണ്. 1947 നമ്മുടെ മഹാത്മജി കഷ്ടപ്പെട്ട് നമുക്ക് നേടി തന്നിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും അതാണ്. ഇടാ, മരിച്ചുപോയ നമ്മുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്ന്. നിന്നെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി ഞാനത് ഉപേക്ഷിച്ചു. ഞാൻ എന്നെ കാണുന്നത് നിന്നിലൂടെയാണ്. എന്റെ സ്വപ്നമാണ് നിന്നെ ഡോക്ടർ ആക്കണമെന്നത്. എനിക്കുമില്ലേ സ്വപ്നങ്ങള്? ഏട്ടൻ അറിഞ്ഞൂടെ എന്റെ സ്വപ്നങ്ങള്? വലിയ കളിക്കാരുടെ പടത്തിൽ നിന്റെ തല വെട്ടിയോടിച്ച് ആളാവുന്നതാണോ സ്വപ്നം? എന്റെ ദേവ, ഒരു ഡോക്ടർ ആവാനുള്ള പേഷ്യൻസ് അവനില്ല. ഇടാ, ഡോക്ടർ ആയിട്ടല്ലേ പേഷ്യൻസ് ഉണ്ടാവുക. അയ്യോ, പേഷ്യന്റ് അല്ല, പേഷ്യൻസ്, ക്ഷമ. നീ വിചാരിച്ചാലേ അതൊക്കെ അവനുണ്ടാവും. നിന്നെ അവന് വലിയ പേടിയാ. പേടി? എനിക്ക് അവനെ പേടി. പിന്നെ നീ ഒരു കാര്യം അവനോട് പറഞ്ഞേക്കണം, ദേവി ഇത് ഇവിടെ വന്നെ പാക്കരാന്ന് വിളിക്കരുതെന്ന്. വിളിക്കില്ല, ഉറപ്പ്. പിന്നെ പാക്കര, നിന്റെ 2 കണ്ണ് എപ്പോഴും അവന്റെ മേലുണ്ടാവണം കേട്ടോ. അപ്പൊ എന്റെ ആവശ്യത്തിന് ആര് കണ്ണു തരും? പാക്കര, എന്റെ വേദന നിനക്ക്. എന്റെ ദേവ, ഇത് നീ എന്നോട് 1000 വട്ടം ആവർത്തിച്ച കാര്യല്ലേ? നീ നിന്റെ അനുജൻ ഇങ്ങോട്ട് അയക്കുന്നു, തല്ലിപ്പഴിപ്പിച്ചൊരു ഡോക്ടറാക്കി ഞാൻ അങ്ങോട്ട് അയക്കുന്നു, പോരെ? മതി, ഓക്കെ. എന്റെ ഏട്ടൻ ഒരു കോഴിക്കുഞ്ഞാണ്. അയ്യോ, അതെ, എന്താന്നറിയോ, തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നോക്കും പോലെ നിങ്ങൾ എന്റെ ഏട്ടനെ നോക്കണം. ഞാനില്ലാത്ത എന്റെ വിടവ് നിങ്ങൾ വേണം നികത്താൻ. പോരം നിറഞ്ഞു നിൽക്കുന്ന ഏട്ടനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴേ ഈ അനിയന്റെ ഉള്ളിൽ തീയല, അല്ല ഉള്ളിൽ തീയ. രാഹുകാലത്തിന് മുമ്പ് പോകാൻ നോക്ക്. ഒന്നിങ്ങോട്ട് വന്നേ. പിന്നെ ശങ്കരേട്ടാ, എനിക്ക് ഒരാളെ വിശ്വാസമുള്ളൂ, എന്റെ ശങ്കരേട്ടനെ. അറിയാം മോനെ, ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. അതൊക്കെ ഓക്കെ. എല്ലാ മാസം 1-ാം തീയതി എന്നെ ശങ്കരേട്ടൻ എന്റെ പോക്കറ്റ് മണി അയച്ചേക്കണം, അല്ലെങ്കിൽ പട്ടി കടന്ന് എന്റെ നട്ടിലോട്ടി പിടിക്കണം. ഒന്ന് ചെല്ലാൻ നോക്ക്. ഏട്ടാ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ഉഴപ്പരുത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഒന്ന് പഠിച്ച് നന്നായി കണ്ടാ മതി. എനിക്കും അതെന്നെ. വരട്ടോ. ഞാനും വരണോ ബാംഗ്ലൂർക്ക്? കണ്ണു നിറഞ്ഞിരിക്കുന്നു. എന്റെ കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല. നിറഞ്ഞു കണ്ണീര് ഒളിപ്പിച്ചു വെക്കാ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ 2 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരില്ലേ? എന്ത് 2 ദിവസം കഴിയുമ്പോ വരില്ലേ? എന്താ അരിച്ചാക്കെടുത്തിരുന്ന പോലെ. ബൈ ബൈ, ടാറ്റാ. സൂക്ഷിച്ചൊക്കെ പോടെ, എന്നെ തട്ടിക്കൊണ്ടു പോകണം. ഓക്കെ ഏട്ടാ, ബൈ. നല്ല റിസോർട്ട് പോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം. വേം പൊക്കോ. ഹായ്, നോ റെസ്പോൺസ്. വെറുതെ ഒരു ഹായ് പോയി. ഹായ്, കമ്മിങ്. എക്സ്ക്യൂസ് മീ. എന്താ നീ നിന്റെ ഗുഡ് മോർണിംഗ്. നീ നിന്റെ മടി കിടത്തിയിട്ട പേരാണല്ലോ പാക്കരാന്ന്. ഏയ്, ഇവിടെ ഞാൻ നിന്റെ ലെക്ചറാ. ഇത്തിരി മര്യാദയിലൊക്കെ വിളിച്ചാൽ തിരക്കേടില്ല. എങ്ങനെ സാറേന്ന്? പാക്കറിനെ ഞാൻ സാറേതാ. എനിക്ക് വയ്യ സാറേ. പാക്കര, ഇവിടെ ഇവിടെ നിറയെ പോലീസുകാരാണല്ലോ. ഇത് മെഡിക്കൽ കോളേജ്, അത് പോലീസ് ട്രെയിനിങ് കോളേജ്. അപ്പൊ സംഗതി ഒന്നും അറിഞ്ഞില്ലേ? ഇന്നലെ ഇവിടുത്തെ ലേഡീസ് ഹോസ്റ്റലിൽ ഒരു സൂയിസൈഡ് നടന്നു. ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് റൂംമേറ്റ് അശ്വതി നമ്പ്യാരുടെ സാക്ഷ്യം. കൊലപാതക അപ്പൊ തന്നെ പോലീസ് പോക്കി. ഇപ്പൊ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ കോളേജിലെ സ്റ്റുഡന്റാ, മലയാളിയാ, അരുൺകുമാർ. ഇവൻ ഒറ്റൊരുത്തം കാരണം കോളേജിന് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുക. ആഹാ, നമ്മുടെ ടേസ്റ്റിന് പറ്റിയ അറ്റ്മോസ്ഫിയർ.
നീ ആരുടെ വായിലേക്കടാ നോക്കണത്? ആ കുട്ടിയെ കണ്ട? ഏത് കുട്ടിയുടെ? ആ കുട്ടി റൈറ്റാ ലെഫ്റ്റാ? റൈറ്റ്. ഇത് ഞാൻ നിന്റെ ഏട്ടനോട് പറയും. ഏട്ടന് മാച്ച് ആവൂല, എനിക്ക് കറക്റ്റാ. അതങ്ങനെ വളയണ കേസല്ല മോനെ. അതെന്താ, പെണ്ണല്ലേ? പെണ്ണൊക്കെ തന്നെ, പക്ഷെ അവൾക്ക് ആണിന്റെ തന്റേടുവാ. ഇപ്രാവശ്യത്തെ ബ്യൂട്ടി കോൺടെസ്റ്റ് ഈ കോളേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന അവളാ. ആഹാ, എനിക്കിഷ്ടായി. സാർ, ജസ്റ്റ് നീ വിഷമിക്കണ്ട. മഹിയുടെ വക്കീലിനോട് കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ജാമ്യം ഉടനെ കിട്ടും. സോറി. ഏയ്, എനിക്ക് ആദ്യമായിട്ട് ഇത്ര അഹങ്കാരത്തോട് സോറി കിട്ടണം. അവിടെ നിന്ന് ഞാൻ ആരുടെയും വളരെ വേണ്ടപ്പെട്ട ആളാ, ഗണേശൻ. പഠിച്ചൊരു ഡോക്ടറായി കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഒരു കുടുംബം നോക്കി കിടത്തുന്ന കൊച്ചിന് തെന്നാത്തിന്റെ സൂക്കേടാ ഈ ദൃക്സാക്ഷി വിവരണത്തിന്. മോളിത് ഇവിടെ പറഞ്ഞത് പറഞ്ഞു. അത് മോടെ അറിവില്ലായ്മയെ കണ്ടങ്ങ് ക്ഷമിച്ചേക്കാം. പക്ഷെ കോടതിയിൽ ഇതിന്റെ പേരിൽ ഒരു വാക്കങ്ങാൻ ഊരിയാടിയാ നിന്റെ നാക്കിയം പിടിച്ചെടുക്കും. മനസ്സിലാടി? എക്സ്ക്യൂസ് മീ. വീട് പാക്കര ദൈവം തന്ന ചാൻസാ. എന്താ ചേട്ടാ പ്രശ്നം? അത് ചോദിക്കാൻ നമ്മളാരാ? ഞാൻ ഈ കുട്ടിയുടെ ഹസ്ബൻഡ് എന്ന് പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല. കാരണം ഞാൻ ഈ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല. എന്ന് കരുതി ഇടപെടാതിരിക്കാനും പറ്റില്ല. കാരണം നാളെ ഞാൻ ഈ കുട്ടിയെ കെട്ടേണ്ടി വന്നാലോ? അന്ന് ഈ കുട്ടി എന്റെ മുഖത്തോക്കി ചോദിക്കില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഏതൊരു തെണ്ടി എന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങൾ വായ പൊളിച്ചു നോക്കി നിന്നില്ലേ? ആ പഴി അന്ന് കേൾക്കാതിരിക്കാനാ ഞാൻ ഇന്ന് കയറി ഇടപെടുന്നത്. പിന്നെ നീയൊന്നും ഈ പെങ്കൊച്ചിനെ ഒരു പുണ്ണാക്കം ചെയ്യില്ല. എങ്കിൽ നമുക്കിനി വീണ്ടും കാണേണ്ടി വരും. ഓ, അന്ന് വരുമ്പോ ഒരു പെട്ടിക്ക് ഓർഡർ ചെയ്തിട്ട് പോരെ? എങ്ങനെയുണ്ട് എന്റെ പെട്ടി ഡയലോഗ്? മനസ്സിലായില്ല. പെട്ടിന്ന് ഞാൻ ഉദ്ദേശിച്ച ശവപ്പെട്ടിയാ, ലെവന്റെ ബോഡി വീട്ടിലെത്തിക്കാൻ. ആരടിയാള്? ശവപ്പെട്ടി കച്ചവടക്കാരനാ? അല്ലല്ല, പുതിയ അഡ്മിഷനാ. ഓഹോ, നമ്മളെ തമ്മിൽ പരിചയപ്പെട്ടില്ലല്ലേ? എന്താ പേര്? പേരയ്ക്ക. ഓ, എന്റെ പേര് വവാൽ. തന്നെ അയ്യോ.